ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുൽക്കൂടുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സിമ്പിളായി കാർഡ്ബോർഡ് കൊണ്ട് നമുക്കിതുണ്ടാക്കാം. എന്നാൽ നമുക്ക് വീഡിയോ കാണാം. ആദ്യമായി ഇതുപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് നമുക്ക് പുൽക്കൂടിൻ്റെ ആ ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപോലെ കട്ട് ചെയ്ത് 2 കാർഡ്ബോർഡ് ഒന്നിച്ച് വെച്ച് ഒട്ടിച്ച് ഇത് എടുത്തതാണ്. അതുപോലെ ഇതിൻ്റെ കല്ലിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ, ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഇതുപോലെ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. അതിന് മുകളിലേക്കായി ടിഷ്യൂ പേപ്പർ, ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അതൊന്ന് ഉണങ്ങിയ ശേഷം നമുക്കതിന് പെയിൻറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ 2 തൂണുകൾക്ക് വേണ്ടി ഇതുപോലെ കാർഡ്ബോർഡ് കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും പേസ്റ്റിൻ്റെയോ എന്തെങ്കിലും കവർ എടുത്ത് നമുക്കിതുപോലെ ചെയ്യാം. നമുക്കിനി ഇത് ഒട്ടിച്ചു കൊടുക്കാം. മാസ്കിംഗ് ടേപ്പ് വെച്ചുകൊണ്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ അതുപോലെ എന്തെങ്കിലും കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. 2 തൂണുകൾ മുൻപിലായി ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ സൈഡിൽ 2-3 കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽക്കൂരയിലേക്കും അതേപോലെ ഒരു ചെറിയൊരു പീസ് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ, ഞാൻ കവുങ്ങിൻ്റെ ഓലയാണ് ഇത് എടുത്തിട്ടുള്ളത്. പുല്ലിൻ്റെ ഷേപ്പിലേക്ക് മുറിച്ച് കൊടുത്ത് അത് ഫെവിക്കോള് ഗമ്മിലേക്ക് ചേർത്ത് കൊടുത്ത് ഒട്ടിച്ച് വെച്ച് കൊടുത്തു. ഇതുപോലെ ഫെവിക്കോള് അപ്ലൈ ചെയ്താണ് ഇത് ഒട്ടിച്ച് കൊടുത്തത്. അതുപോലെ ഉള്ളിലും കുറച്ച് പുല്ല് എടുത്തു വച്ചു. ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കുപ്പിയെടുത്ത് ഞാൻ എൻ്റെ പുൽക്കൂടിനുള്ളിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയ കുഞ്ഞിൻ്റെ രൂപം ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ മാസ്കിംഗ് ടേപ്പ് കവർ ചെയ്താണ് ഇതുപോലെ ഉണ്ടാക്കിയത്. 2 കൈയും 2 കാലും അതിനുള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് 2 മാലാഖമാരെ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്തു. ഇത് ഗ്ലിറ്റർ പേപ്പറാണ്. ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ ഷേപ്പിലേക്ക് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. വളരെ സിമ്പിളായി ചെയ്തതാണിത്. അതുപോലെ സ്റ്റാറും കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ചിറകിലേക്ക് കോട്ടൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ആ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഏഞ്ചൽസ് 2ഉം പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഉണ്ണിയേശുവിൻ്റെ രൂപത്തിനും ചെറുതായി കളർ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അതൊരു പുൽക്കൂടിൻ്റെ ഉള്ളിലായി വെച്ച് കൊടുക്കാം. ഏഞ്ചൽസിനെ 2ഉം പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ളവ ഉണ്ടാക്കി നിങ്ങളും ശ്രമിക്കണം. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.